തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കില്ല ഞാൻ തീരുമാനിച്ചത്. അതിന് കാരണം ഉണ്ടായിട്ട് തന്നെയാണ്. ഞാൻ കേട്ടു, രണ്ടു കൂട്ടരും തമ്മിൽ അടി നടന്നോ? നിങ്ങളുടെ മുഖത്ത് അതൊക്കെ എന്റെ ഭാഗമായിട്ടുണ്ടായില്ലേ? അങ്ങനെ വെറുതെ ഒരു വഴക്കുണ്ടായതല്ല, ഉണ്ടാക്കിയതുമല്ല. പക്ഷെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷം കേട്ടല്ലോ. ഭഗവതിയുടെ തിരുവാഭരണങ്ങൾപ്പെട്ട കുട്ടിയാണം നിങ്ങളെടുത്ത് ഒളിപ്പിച്ചു വെച്ചായിരുന്നെന്നും അത് നിങ്ങളുടെ ഇടയിൽ ദത്തം തമ്പുരനെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കഥകളെന്താ? ആർക്കാ പാടി നടക്കാൻ വയ്യാതെ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല ഗുണമുള്ളൂ. ഗുണമുള്ള ഒരു കാര്യം അങ്ങോട്ട് പറയട്ടെ. കരിപ്പള്ളി പത്മനാഭൻ, ഒരു എലിഫന്റ് ഡ്രൈവറായിരുന്ന പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന കുത്തിക്കൊന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. വർഷം 3 കഴിഞ്ഞു. ശങ്കരൻകുട്ടി എന്ന ആന അതിൽ നിരപരാധിയാണെന്നും പണ്ടെങ്ങോ ചെറിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭന്റെ വയറ്റിൽ തുടച്ചു കയറിയെന്നും